കേൾക്കുന്ന വോയിസ് മെസ്സേജ് മറ്റുള്ളവർക്ക് നിങ്ങൾ കണിശമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകാനായിട്ടിരിക്കുന്നത്. 6 മാസത്തിന് മുമ്പ് ദൈവം വെളിപ്പെടുത്തിയതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജലപ്രളയവും സംഭവങ്ങളും. അപ്പം ഇതിന്റെ പുറകിൽ ഇനിയും പകർച്ചവ്യാധി, ഭൂചലനം, കൊടുങ്കാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. അനുദപിക്കുന്നില്ലെങ്കിൽ ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയായിരിക്കും കടന്നു പോകാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുക. മിഥ്യാപ്രവാചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എന്നെ അനുസരിക്കാത്ത ജനതകളോട് ക്രോധത്തോടെ ഞാൻ പ്രതികാരം ചെയ്യും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എസെക്കിയേൽ 33:7 ഒരുവൻ പാപത്തിൽ മരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. ദൈവത്തെ അറിയാതെ മരിച്ചു പോകുന്ന വ്യക്തികൾ, പാപത്തിൽ മരിച്ചു പോകുന്ന വ്യക്തികൾ, ദൈവത്തെ തിരിച്ചറിഞ്ഞവരത് സത്യമായിട്ടും അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട അത്യാവശ്യമാണുള്ളത്. അതീവ ശക്തമായ പകർച്ചവ്യാധികൾ ശക്തി പ്രാപിക്കുമെന്നാണ് കർത്താവ് സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഈ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നത് മെജിഗോറിയെ കഴിഞ്ഞാൽ മാതാവിന്റെ സന്ദേശങ്ങൾ കിട്ടുന്ന 2ാമത്തെ സ്ഥലത്തു നിന്നാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ കേരളത്തിൽ തന്നെ ഉള്ള ഒരു സ്ഥലവും പ്രത്യേകമായിട്ട് മാതാവ് സന്ദേശങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു ഇടവുമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവര് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരു കാരണവശാലും മടിക്കരുത്. ഈ 6 മാസത്തിന് മുമ്പ് കർത്താവ് സന്ദേശം തന്ന ഈ ജലപ്രളയത്തിന്റെ ദുരന്തം ഷെയർ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും അവസ്ഥകളിലൂടെ ചെന്നെത്തുകയില്ലായിരുന്നു. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇനി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക. യോനാ പ്രവാചകനിലൂടെ നിനവെ പട്ടണം രക്ഷപ്പെട്ടതുപോലെ തന്നെ കേരളവും രക്ഷപ്പെടുത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അനുതാപം മാത്രമാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഞാനെന്ന ഭാവം വെടിയുക. പ്രഭാഷകൻ 3:18 പറയുന്നുണ്ട്: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. നമുക്ക് എളിമയുടെ തലത്തിലേക്ക് വന്ന് ദൈവത്തോട് ചേരാൻ ദൈവം പറയുന്നുണ്ട്. ലൂക്കാ 18:27 മനുഷ്യന് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യമാണെന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവത്തോട് നമുക്ക് ചേരാം, ദൈവവുമായിട്ട് ബന്ധപ്പെടാം. എന്തിനാ പ്രാർത്ഥന, എന്ത് പ്രാർത്ഥനയാണെന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യേണ്ട സമയമോ കാലഘട്ടമോ അല്ല ഇത്. ഇത് ഇപ്പോഴുണ്ടായത് ഒരു അടയാളം മാത്രമാണ്. കേരളത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ കടന്നു വരാനായിട്ടിരിക്കുകയാണ്. അപ്പം ദൈവം തരുന്ന മുന്നറിയിപ്പായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് കേൾക്കുന്നവര്, ഇത് മനസ്സിലാക്കുന്നവര് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക. സങ്കീർത്തനം 51-ാം അധ്യായം വായിക്കാനായിട്ട് സാധിക്കുന്നവരെല്ലാം നിരന്തരം സങ്കീർത്തനം 51 വായിക്കാനായിട്ട് തയ്യാറാകുക. അതുപോലെ തന്നെ 91-ാം സങ്കീർത്തനം 23-ാം സങ്കീർത്തനവും ഇതിനോട് ചേർത്ത് തന്നെ വായിക്കാനായിട്ട് തയ്യാറാകുക. ഈ മെസ്സേജ് കണിശമായിട്ടും മറ്റുള്ളവർക്ക് കൈമാറണം എന്ന് നിങ്ങളോട് താഴ്മയോടുകൂടി പറയാണ്, കാല് പിടിച്ച് പറയണത്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുക്കുക. പിതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.